പ്രണയവർണ്ണങ്ങൾ. രചന അവതരണം മിത്രവിന്ദ. എന്താച്ചാ, എന്തു പറ്റി? അത് മോളെ, അമ്മയൊന്ന് ബാത്റൂമിൽ വീണു. പ്രഷർ കുറഞ്ഞു പോയതാണ്. ഞങ്ങളിപ്പോൾ മിഷൻ ഹോസ്പിറ്റലിലുണ്ട്. അമ്മയുടെ വലത് കൈ ഒടിഞ്ഞു. വലത് കാലിനും ചെറിയ പൊട്ടലുണ്ട്. അയ്യോ എൻ്റെ ഈശ്വര! അച്ഛാ, എന്നിട്ട് അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്? എപ്പോഴാണ് സംഭവിച്ചത്? അവൾ കരഞ്ഞു. അമ്മയെ ഓപ്പറേഷന് കയറ്റിയിരിക്കുക. ലക്ഷ്മി ചേച്ചിയും ദീപനും ഇവിടെ എത്തിയിട്ടുണ്ട്. മോള് വിഷമിക്കൊന്നും വേണ്ട, വേറെ കുഴപ്പമൊന്നും ഇല്ലടാ. അയാൾ മകളെ ആശ്വസിപ്പിച്ചു. അച്ഛാ, അച്ഛാ, ഞാൻ ഉടനെ എത്താം. അവൾ ഫോൺ കട്ട് ചെയ്തു. കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്ന ഗൗരിയെ കണ്ടതും ദേവിയും നീലിമയും ഒന്ന് പകച്ചു. എന്താ ഗൗരി, എന്തു പറ്റി മോളെ? നീ എന്തിനാ കരയുന്നേ? അത് പിന്നെ അമ്മേ, അച്ഛനാ വിളിച്ചത്. എൻ്റെ അമ്മയൊന്ന് വീണ് കൈയൊടിഞ്ഞു. ഇപ്പോൾ മിഷൻ ഹോസ്പിറ്റലിലാണ്, സർജറി ചെയ്യാൻ കയറ്റിയെന്ന് ഗൗരി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എനിക്ക് ഉടനെ പോകണം അമ്മേ. നമുക്ക് പോകാം മോളെ. നീലിമേ, കണ്ണനെ ഒന്ന് വിളിക്ക്. ശരി അമ്മേ. നീലിമ വേഗം റൂമിലേക്ക് പോയി. മോളെ വിഷമിക്കാതെ, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ. നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, നീ റെഡിയാവ്. ദേവി അവളെ ആശ്വസിപ്പിച്ചു. കണ്ണനെയും കൂട്ടി അവർ വേഗം ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. നിസ്സഹായനായി നിൽക്കുന്ന അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കിയതും ഗൗരിക്ക് വീണ്ടും വിഷമം വന്നു. അച്ഛാ, എന്താ പറ്റിയത് അമ്മയ്ക്ക്? അവൾ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എൻ്റെ കുട്ടി വിഷമിക്കാതെ, അമ്മയ്ക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല മോളെ. പെട്ടെന്ന് തല കറങ്ങുന്ന പോലെ തോന്നി. അങ്ങനെയാ അവൾ എന്നോട് പറഞ്ഞത്. അച്ഛൻ അവരോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. 1 മണിക്കൂർ കൂടി കഴിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും സീതയെ കാണാൻ കഴിഞ്ഞത്. ചെറിയ മയക്കത്തിലായിരുന്നവർ. പേടിക്കാനൊന്നുമില്ല, നാളെ കാലത്തെ റൂമിലേക്ക് മാറ്റുള്ളൂ. 3 മാസത്തെ റെസ്റ്റ് വേണം. ഡോക്ടർ അവരോട് നിർദ്ദേശിച്ചു. കൃഷിയും കാര്യങ്ങളും പശുക്കളെയും ഒക്കെ നോക്കി നടത്തേണ്ടതിനാൽ കൈമളിന് ആശുപത്രിയിൽ നിൽക്കുക അസാധ്യമായിരുന്നു. ലക്ഷ്മിക്കും ചെറിയ കുഞ്ഞുള്ളതുകൊണ്ട് കുഞ്ഞിനെയും വെച്ച് അമ്മയെ നോക്കുക ദുസ്സഹമാണ്. അതുകൊണ്ട് ഗൗരിയാണ് അമ്മയ്ക്കൊപ്പം ഹോസ്പിറ്റലിൽ നിൽക്കാമെന്ന് സമ്മതിച്ചത്. കുറച്ച് സമയം കൂടി നിന്നതിന് ശേഷം കണ്ണന് ഓഫീസിലേക്ക് പോകണമായിരുന്നു. അതുകൊണ്ട് അവൻ്റെ ഒപ്പം ദേവിയെയും ഗൗരി മടക്കി അയച്ചു. ഹരി വരുമ്പോൾ അമ്മ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ മതി. ഇറങ്ങാൻ നേരം ഗൗരി ദേവിയെ ഓർമ്മിപ്പിച്ചു. ശരി മോളെ, ഹരി വന്നു കഴിഞ്ഞാൽ ഞാൻ അവനെ ഇങ്ങോട്ട് പറഞ്ഞയക്കാം. വൈകാതെ അവർ യാത്ര പറഞ്ഞു പോയി. ഉച്ച കഴിഞ്ഞപ്പോഴാണ് ലക്ഷ്മിയും ദീപനും അച്ഛനെയും കൂട്ടി മടങ്ങിയത്. സീതയെ അടുത്ത ദിവസമേ റൂമിലേറ്റ് മാറ്റുകയുള്ളൂ എന്ന് മുൻപേ ഡോക്ടർ അറിയിച്ചതിനാൽ ഗൗരിയും തിരികെ റൂമിലേക്ക് പോയി. ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടായാൽ സിസ്റ്റേഴ്സ് വിളിക്കുമ്പോൾ വന്നാൽ മതിയെന്ന് അവളോട് അവരറിയിച്ചു. ഗൗരി അങ്ങനെ വെറുതെ റൂമിലിരുന്ന് സമയം ചെലവഴിച്ചു. ഏകദേശം 5 മണിയായി കാണും. ഹരി വന്നു കാണുമെന്ന് അവൾ ഓർത്തു. പക്ഷേ ഇതേവരെയും തന്നെയൊന്നും വിളിച്ചില്ല. അമ്മയുടെ വിവരങ്ങൾ ചോദിച്ചില്ല. തന്നെ കാണണമെന്നുകൂടെ ഹരിയുടെ മനസ്സിലുണ്ടാവില്ലെന്ന് അവൾ ഓർത്തു. ഇനി ഹരി വന്നു കാണില്ലാവോ? അവൾക്ക് പിന്നെയും ആശങ്കയായി. ഫോണെടുത്ത് ദേവിയെ വിളിച്ചു. ഹരി 3 മണിയായപ്പോൾ എത്തിയിരുന്നുവെന്നും കുറച്ച് സമയം കിടന്ന് റെസ്റ്റ് എടുത്ത് ശേഷം ഓഫീസിലേക്ക് പോയി എന്നും ദേവി അറിയിച്ചു. ഗൗരിയുടെ മനസ്സിൽ വല്ലാത്ത പിടച്ചിലുണ്ടായി. ഇത്ര സമയമായിട്ട് പോലും തന്നെ ഒന്നും വിളിച്ചില്ലല്ലോ. താൻ ശരിക്കും ഹരിക്കൊരു ബാധ്യതയായി മാറി. ആ തോന്നൽ അവളുടെ മനസ്സിൽ മുട്ടിട്ടു. ആ, സാരല്ല, പോട്ടെ. ഒരിക്കലും ഹരിയോടൊപ്പമുള്ള ഒരു ജീവിതം കൊതിച്ചുകൊണ്ടല്ലല്ലോ താനീ നാടകം കളിക്കാൻ ഇറങ്ങിയത്. പിന്നെ എന്തിനാണ് ഇത്രയും താൻ ദണ്ണപ്പെടുന്നത്? അവൾ വിചാരിച്ചു. രാത്രിയിൽ ഒരിക്കൽ കൂടി അവൾക്ക് അമ്മയെ കാണുവാൻ സാധിച്ചു. അമ്മയ്ക്ക് സർജറി കഴിഞ്ഞതിൻ്റെ മയക്കമൊക്കെ മാറി ചെറിയ വേദന വന്നു തുടങ്ങിയിരുന്നു. അല്പസമയം അമ്മയുടെ അടുത്തിരുന്ന് അമ്മയെ ആശ്വസിപ്പിച്ച ശേഷമാണ് ഗൗരി തിരികെ റൂമിലേക്ക് പോയത്. ക്യാൻറ്റീനിൽ നിന്നും കഴിക്കുവാനായി അവൾ 2 ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും മേടിച്ചു വെച്ചു. രാത്രി 8 മണിയായപ്പോഴേക്കും അവൾ ഭക്ഷണം കഴിച്ചിരുന്നു. ഡോറിൽ മുട്ടുന്ന ശബ്ദം കേട്ടതും അവൾ ചെന്ന് വാതിൽ തുറന്നു. മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും 1000 പൂർണ്ണചന്ദ്രന്മാർ ഒന്നിച്ചുദിച്ചു വന്നതുപോലെ
അവളുടെ മുഖത്ത് ഒരു ശോഭ തെളിഞ്ഞു. ഹരി, അവൾ പുഞ്ചിരിച്ചുകൊണ്ട് വിളിച്ചു. അവൻ അകത്തേക്ക് കയറി. ഗൗരി പിന്നെയും ക്ഷീണിച്ചു പോയതായി അവന് തോന്നി. ഹരി, എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? അവൾ ചോദിച്ചു. കുഴപ്പമില്ല. അതുപോട്ടെ, തൻ്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അവിടെ കിടന്ന കസേരയിലേക്ക് അവനിരുന്നു. അമ്മയെ നാളെ റൂമിലേക്ക് മാറ്റും. ഞാൻ കുറച്ചു മുന്നേ കണ്ടിരുന്നു. താനെന്തെങ്കിലും കഴിച്ചോ? ഓവ്, കഴിച്ചിട്ട് എഴുന്നേറ്റതേ ഉള്ളൂ. ഹരി കഴിച്ചില്ലായിരിക്കും അല്ലേ? ഇല്ലടോ, ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. രണ്ടുപേരും അല്പനിമിഷം മൗനം കൊണ്ടൊരു വേലി തീർത്തു. ഗൗരി. അല്പം കഴിഞ്ഞപ്പോൾ അവൻ വിളിച്ചു. അവൾ മിഴികൾ ഉയർത്തി. ഇതാ, ഇത് വെച്ചോളൂ. അവൻ കുറച്ച് ക്യാഷ് എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു. ഹരി, ഇതിൻ്റെ ആവശ്യം എപ്പോഴാണ് ആവശ്യം വരികയെന്നറിയില്ലല്ലോ, വെച്ചോളൂ, അവൻ പറഞ്ഞു. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ? ഇത്ര പെട്ടെന്നോ? എന്താ ധൃതി? ഗൗരിക്ക് എങ്ങനെ ചോദിക്കാനാണ് തോന്നിയത്. പക്ഷെ അവൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്ക്. എന്നാൽ ഇറങ്ങട്ടെ, ആകെ മടുത്തു. പോയി കിടന്നൊന്ന് ഉറങ്ങണം. ഹരി പോയ വഴികളിലേക്ക് കണ്ണു നട്ട് ഗൗരി വെറുതെ നിന്നു. എന്തായാലും ഹരിയുടെ ആഗ്രഹം പോലെ നടന്നു. തന്നെ എന്തെങ്കിലും കാരണം പറഞ്ഞ് വീട്ടിലേക്ക് അയക്കാമെന്നാണ് ഹരി ബാംഗ്ലൂർ പോകുമ്പോൾ പറഞ്ഞത്. അത് സംഭവിച്ചില്ലല്ലോ, അവൾ ഓർത്തു. അവൻ ഒന്ന് പിന്തിരിഞ്ഞു നോക്കുമെന്നോർത്ത് ഗൗരി നിന്നെങ്കിലും അതുണ്ടായില്ല. വേദനയോടെ ഗൗരി അകത്തേക്ക് കയറി. ആ, സാരല്ല, ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ, അത് മതി. അവൾ ബെഡിലേക്ക് വീണു. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ചു സമയം അച്ഛനോട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോഴേക്കും കണ്ണൻ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് വന്നു. ഹരി ബാംഗ്ലൂരിൽ നിന്ന് മേടിച്ചു കൊണ്ടുവന്ന ഒരു ടോയ് എടുത്തുകൊണ്ട് നീലിമയും വന്നു. ഹരി, നിനക്കെന്നാ ഹോസ്പിറ്റലിൽ നിന്നൂടായിരുന്നോ? എന്തെങ്കിലും ആവശ്യം വന്നാൽ ഗൗരി ഒറ്റയ്ക്ക്. അത് പിന്നെ എടുത്തേ, അവൾ പറഞ്ഞു കുഴപ്പമില്ലെന്ന്, അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. മോനെ ഹരി, നീ ഒന്നുകൂടെ മോളെ വിളിച്ച് ചോദിക്കുക. ഇവിടുന്ന് ഒരു അരമണിക്കൂറല്ലേ ഉള്ളൂ, ദേവിയും പറഞ്ഞു. പാവം ഗൗരി കാലത്തെ മുതൽ ഹരിയെ വെയിറ്റ് ചെയ്തിരുന്നതാ. ശോ, കഷ്ടം അല്ലേ അമ്മേ? അതെ അതെ. മുത്തശ്ശി എന്തോ ചോദിച്ചപ്പോൾ അവളെ ലോകത്തേ അല്ലായിരുന്നു. ഹരി ഇതെല്ലാം കേട്ട് പുഞ്ചിരി തൂക്കി. മേനോൻ അവനെ ഇടയ്ക്കൊക്കെ നോക്കി. പക്ഷെ അവൻ്റെ മനസ്സിൽ എന്താണെന്ന് മാത്രം അയാൾക്ക് പിടികിട്ടിയില്ല. അമ്മേ, നല്ല ക്ഷീണമുണ്ട്, ഞാൻ കിടക്കട്ടെ? ഒരു കോട്ടുമായിട്ടുകൊണ്ട് ഹരി പറഞ്ഞു. റൂമിൽ വന്നതും കുറച്ച് സമയം ആ ബാൽക്കണിയിൽ പോയിരുന്നു. തന്നെ കാത്ത് ഗൗരി ഇരുന്നുവെന്ന് അമ്മയും എടുത്തിയും പറയുന്നത് ഹരിക്ക് വിശ്വസിക്കാൻ അല്പം പ്രയാസം തോന്നി. പക്ഷേ താൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ കണ്ട ഗൗരിയുടെ മുഖം ഓർത്തപ്പോൾ അവളുടെ കണ്ണുകളിലെ തിരിയിളക്കം, താൻ മടങ്ങാൻ നേരം അവളുടെ മിഴികളിലെ വേദന. പക്ഷേ അവൻ ഫോണെടുത്ത് ഗൗരിയെ വിളിച്ചു. തനിച്ചാണല്ലോ, തന്നെയുമല്ല കൂടെ നിൽക്കണോ എന്ന് ചോദിക്കാനും മറന്നതല്ല, സത്യത്തിൽ മനഃപൂർവ്വം ഒഴിവാക്കി. ബെല്ലടിച്ച് തീരാറായപ്പോഴാണ് ഗൗരി ഫോണെടുത്തത്. ഹലോ ഗൗരി. എന്താ ഹരി, താൻ കിടന്നായിരുന്നോ? തനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഞാൻ വരണോ? ഒറ്റയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കുഴപ്പമില്ല ഹരി, ഞാൻ വിളിച്ചോളാം. എന്നാൽ ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ഹരി. അവൾ ഫോൺ കട്ട് ചെയ്തു. കുറച്ച് സമയം ഫോണിൽ നോക്കി കിടന്നപ്പോഴേക്കും ഹരിക്ക് നന്നായി ഉറക്കം വന്നു. നല്ല ക്ഷീണമുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. അടുത്ത ദിവസം ഏകദേശം 10 മണിയായപ്പോൾ സീതയെ റൂമിലേക്ക് മാറ്റി. വേദന ഉണ്ടെങ്കിലും അല്പം ആശ്വാസം തോന്നിയിരുന്നു അവൾക്ക്. കൈമളി ലക്ഷ്മിയും രാവിലെ എത്തി. ഹരിയും ദേവിയുമൊക്കെ വിളിച്ച് സീതയുടെ വിവരങ്ങൾ തിരക്കിയിരുന്നു. ഉച്ചയായപ്പോൾ ഹരിയും മേനോനും എത്തി. അരമണിക്കൂറുകളോളം അവരിരുന്നിട്ടാണ് മടങ്ങിയത്. ഗൗരിയല്ലാതെ മറ്റാർക്കും ഹോസ്പിറ്റലിൽ നിൽക്കാൻ മാർഗമില്ല. അതുകൊണ്ട് അമ്മയെ വിടുന്നതുവരെ അവൾ നിൽക്കാമെന്ന് പറഞ്ഞു. വൈകുന്നേരം നീലിമയും ദേവിയും മുത്തശ്ശിയും ഒക്കെ വന്നു. അവരെയും കൊണ്ട് ഹരിയാണ് വന്നത്. നച്ചുമാവ എടുത്തുകൊണ്ട് ഗൗരി വരാന്തയിൽ കൂടി നടന്നു. എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുമ്പോഴും ഹരി മാത്രം അവളോട് അല്പം അകലം പാലിച്ചു. അന്ന് രാത്രിയിൽ ഹരിയുടെ ഫോണിലേക്കൊരു കോൾ വന്നു. നന്ദു ആയിരുന്നത്.
അവന് പെട്ടെന്ന് മനസ്സിലായില്ല. എന്നാലും അവൾ പരിചയപ്പെടുത്തിയപ്പോൾ അവൻ ആളെ പിടികിട്ടി. എനിക്ക് ഹരിച്ചേട്ടനെ ഒന്ന് കാണണം, ഒരു കാര്യം പറയാനാണ്. എന്താണ് നന്ദന? അത് പിന്നെ ഫോണിൽ കൂടി പറയാൻ പറ്റില്ല, നേരിട്ടൊന്ന് കാണാൻ പറ്റുമോ? കാണാം. എന്നാൽ നാളെ നാളെ വരാമോ? നാളെ ഉച്ച കഴിഞ്ഞാൽ ഞാൻ ബിസിയാണ്. രാവിലെ ഒരു 10 മണിയാകുമ്പോൾ വന്നാൽ മതി. ഓക്കെ ചേട്ടാ, താങ്ക് യു. പിന്നെ ഈ കാര്യം ഗൗരി അറിയണ്ട കേട്ടോ. അതെന്താ? അതിന് കാരണമുണ്ട് ഏട്ടാ. എല്ലാം ഞാൻ നാളെ പറയാം. ഓക്കെ. അവൾ അവനോടൊരു സ്ഥലവും നിർദ്ദേശിച്ചു. അങ്ങനെ ആ ഫോൺ സംഭാഷണം അവസാനിച്ചു. എന്താകും ആ കുട്ടിക്ക് പറയാനുള്ളത്? എത്രയൊക്കെ ആലോചിച്ചു നോക്കിയിട്ടും ഹരിക്ക് യാതൊരു ഐഡിയയും കിട്ടിയില്ല. പക്ഷെ അടുത്ത 2 ദിവസവും നന്ദുവിന് ഹരിയെ കാണാൻ കഴിഞ്ഞില്ല. അവന് ഓരോ തിരക്കുകളായിരുന്നു. നന്ദു പ്ലേ ചെയ്ത ഓഡിയോ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഹരി. അവൻ്റെ മുഖം വലിച്ചു മുറുകി, ദേഷ്യം കൊണ്ട് കണ്ണുകൾ ചുവന്നു. അപ്പോൾ അഭി, അവൻ മനഃപൂർവ്വം കളിക്കുകയായിരുന്നല്ലേ? ചേട്ടാ, നന്ദു വിളിച്ചു. ചേട്ടാ, ഗൗരി വെറും പാവമാണ്. 1ാം ക്ലാസ് മുതൽ ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. എനിക്കറിയാവുന്ന പോലെ ആർക്കും അവളെ അറിയില്ല. യാതൊരുവിധ ദുസ്വഭാവങ്ങളും ഇല്ലാത്ത കുട്ടിയാണവൾ. ഒരിക്കലും അവൾക്ക് അഭിയേട്ടനോടൊരു പ്രണയമില്ല. അഭിയേട്ടനോടെന്നല്ല, ആരോടും അവൾക്കൊരു പ്രണയവുമില്ല. പിന്നെ ഈ കാര്യങ്ങളൊക്കെ അഭിയേട്ടൻ വെറുതെ ചമഞ്ഞുണ്ടാക്കിയതാണ്. ഇതിലൊരു സത്യവുമില്ല. അഭിയേട്ടൻ ചേട്ടൻ അയച്ച മെസ്സേജുകൾ മുഴുവനും ഞാൻ അഭിയേട്ടൻ്റെ വാട്സപ്പ് ചാറ്റിൽ കണ്ടിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് അഭിയേട്ടൻ്റെ ഡ്രാമയാണെന്ന്. ഈ ഫുൾ ഓഡിയോ ചേട്ടൻ കേട്ടതല്ലേ? അതിൽ നിന്നും മനഃപൂർവ്വം അഭിയേട്ടൻ സെലക്ട് ചെയ്ത് കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ചേട്ടൻ്റെ വാട്സപ്പിൽ അയച്ചത്. അങ്ങനെ ചേട്ടൻ്റെ മനസ്സിൽ സംശയം ഉണ്ടാക്കുകയെന്നതാണ് അഭിയേട്ടൻ്റെ ലക്ഷ്യം. പിന്നെ ഗൗരിക്ക് അഭിയേട്ടനെ കണ്ടപ്പോൾ എന്തെങ്കിലും ഒരു ആകർഷണം തോന്നിയിട്ടുണ്ടാവും. ഒരുപക്ഷെ ഹരിച്ചേട്ടൻ്റെ പ്രൊപ്പോസൽ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ അവളെ അഭിയേട്ടന് വേണ്ടി വിവാഹം ആലോചിക്കുമായിരുന്നു. കല്യാണവും ചിലപ്പോൾ നടക്കുമായിരിക്കാം. പക്ഷെ ഒരിക്കലും അവൾ അഭിയേട്ടനെ പ്രണയിച്ചിട്ടില്ല. നന്ദു പറഞ്ഞ് കേട്ടുകൊണ്ട് ഹരി നിൽക്കുകയാണ്. ചേട്ടാ, എന്താ ഒന്നും പറയാത്തത്? ഞാനീ പറഞ്ഞതൊക്കെ സത്യമാണ്. അവൻ പക്ഷെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോഴും ചേട്ടാ, അവൾക്ക് ചിലപ്പോൾ അഭിയേട്ടനോട് ഇഷ്ടം തോന്നിയിരിക്കാം. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അഭിയേട്ടൻ പറയും പോലെ അവർ തമ്മിൽ ഒരു പ്രണയവുമില്ല. അതെനിക്ക് ഉറപ്പാണ്. ചേട്ടന് പറ്റുമെങ്കിൽ വിശ്വസിക്ക്. പക്ഷെ നന്ദന, ഗൗരി എന്നോട് പറഞ്ഞിരുന്നു അവൾക്കൊരു പ്രണയമുണ്ടെന്ന്. അയാളുടെ അടുത്തേക്ക് പോകുമെന്ന്. ആളില്ലാതെ അവൾക്കൊരു ലൈഫില്ലെന്ന്. അതൊക്കെ അവൾ കളവ് പറയുന്നതാണ്. അവൾ എന്നോട് പറഞ്ഞു ഹരിയേട്ടനെ അവൾക്ക് ജീവനാണെന്ന്. ഹരിയേട്ടൻ ബാംഗ്ലൂർ പോയ ദിവസം അവൾ എന്നെ വിളിച്ചു, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അന്ന് ഗൗരി ഒരുപാട് വിഷമിച്ച് കരഞ്ഞു. അവൾ പാവമാണ് ചേട്ടാ. അവൾക്ക് ചേട്ടനോട് ഒരുപാട് ഇഷ്ടമുണ്ട്. എനിക്ക് പക്ഷെ ഇപ്പോഴും അങ്ങോട്ട് ഹരിച്ചേട്ടന് വിശ്വാസം ആയിട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഒന്നുറപ്പാണ്, അവൾക്ക് ഈ ജന്മം ചേട്ടനെ വിട്ട് പോകാൻ പറ്റില്ല. അത്രയ്ക്ക് അവളുടെ ഹൃദയത്തിൽ പതിഞ്ഞുപോയി ചേട്ടൻ. എനിക്കിതിൽ കൂടുതൽ ഒന്നും വ്യക്തമാക്കാൻ പറ്റില്ല. നന്ദു പറഞ്ഞു. ശരി, എങ്കിൽ നമുക്ക് കാണാം. എനിക്ക് കുറച്ച് അത്യാവശ്യമുണ്ട്. ഞാൻ നന്ദനെ വിളിക്കാം. ഓക്കെ ചേട്ടാ, ചേട്ടൻ എപ്പോൾ വേണമെങ്കിലും വിളിച്ചോ. എന്നാൽ ഞാനും ഇറങ്ങുക. നന്ദുവാണ് ആദ്യം ഇറങ്ങിയത്. അവിടെ നിന്നും ഹരി നേരെ പോയത് ഹോസ്പിറ്റലിലായിരുന്നു. ഗൗരിയപ്പോൾ അമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുകയാണ്. ഹരിയെ കണ്ടതും സീത കഴിപ്പ് മതിയാക്കി. അമ്മ കഴിച്ചോ? ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. വേണ്ട മോനെ, എനിക്ക് വയറ് നിറഞ്ഞു. ഈ കുട്ടി സമ്മതിക്കാഞ്ഞിട്ടാ. അവർ തോളിൽ കിടന്ന് തോർത്തുകൊണ്ട് മുഖം തുടച്ചു. ഗൗരി എന്തെങ്കിലും കഴിച്ചോ? അവൻ ചോദിച്ചു. എൻ്റെ മോനെ, ഈ ഗൗരി ഒന്നും കഴിക്കില്ല. 1-2 ഒറ്റ നുള്ളിപ്പെറുക്കി ഇരുന്നിട്ട് അതെടുത്തോണ്ട് പോയിക്കളയും. ഞാൻ വഴക്ക് പറഞ്ഞു മടുത്തു. സീതയാണ് അവനോട് മറുപടി പറഞ്ഞത്. എന്താ ഗൗരി കഴിക്കാത്തത്? ഡോക്ടറൊന്ന് പറഞ്ഞതല്ലേ നന്നായി ഫുഡ് കഴിക്കണമെന്ന്? അവൻ അല്പം ഗൗരവത്തിലാണ് ചോദിച്ചത്. ഗൗരി പക്ഷേ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അമ്മേ,
ഞാനും ഗൗരിയും കൂടി ഒന്ന് പുറത്തേക്ക് പോയിക്കോട്ടെ? അമ്മയ്ക്ക് എന്തെങ്കിലും അസൗകര്യമുണ്ടോ? ഇല്ല മോനെ, നിങ്ങൾ പോയിട്ട് വാ. എന്തെങ്കിലും ആവശ്യം വന്നാൽ അമ്മ വിളിച്ചാൽ മതി. ഞങ്ങളീ പുറത്ത് കാണും, ഹരി പറഞ്ഞു. ഗൗരി അന്തം വിട്ട് നിൽക്കുകയാണ്. ഗൗരി, വാടോ, നമുക്ക് അരമണിക്കൂറിനുള്ളിൽ തിരിച്ചു വരാം. ഹരി റൂമിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി. പിന്നാലെ ഗൗരിയും. ഹോസ്പിറ്റലിന് വെളിയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് അവർ പോയത്. ഗൗരി, തനിക്ക് എന്താ വേണ്ടത്? എനിക്ക് വിശപ്പില്ല ഹരി, അതുകൊണ്ടാണ് ഞാനൊന്നും കഴിക്കാഞ്ഞത്. ഹരി എന്താന്ന് വെച്ചാൽ കഴിച്ചോ. എനിക്ക് ഏതെങ്കിലും ഒരു ജ്യൂസ് മാത്രം മതി. അതെന്താ തനിക്ക് വിശപ്പില്ലാത്തത്? എന്തെങ്കിലും ക്ഷീണമുണ്ടോ? ഇല്ലെന്ന് അവൾ ശിരസ് ചലിപ്പിച്ചു. പിന്നെന്തു പറ്റി? കേശു, ഓ സോറി, അഭി വിളിക്കാഞ്ഞിട്ട് തനിക്ക് വിഷമമായോ? ഗൗരി ദേഷ്യത്തിൽ അവനെ നോക്കി. താൻ കാര്യം പറ, അഭി തന്നെ വിളിച്ചില്ലേ? അവൾ തൻ്റെ ഫോണെടുത്ത് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ഇത് നോക്ക്, അഭി എന്നെ വിളിക്കാറുണ്ടോ നോക്ക്. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്? അതെന്താ, നിങ്ങൾ തമ്മിൽ പിണങ്ങിയോ? നമുക്ക് പോകാം ഹരി, അവൾ ധൃതി കാട്ടി. എന്താ ഗൗരി, എന്താണ് തൻ്റെ പ്രശ്നം? വീണ്ടും ചോദിച്ചു ഹരി അവളോട്. എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, ഒക്കെ ഹരിയുടെ തോന്നലാണ്. അഭി പാവാടോ, വെറും ഒരു ശുദ്ധൻ. ഹരി പ്ലീസ്, എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ്. നമുക്ക് പോകാം. ശരി, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. എന്നാൽ ശരി, താൻ പറഞ്ഞ പോലെ നമ്മളൊരു ഓറഞ്ച് ജ്യൂസ് കുടിച്ചിട്ട് പോകുന്നു. രണ്ടാളും പെട്ടെന്ന് തന്നെ അമ്മയുടെ അടുത്തെത്തി. മോളെ ഗൗരി, ലീലമ്മായി ഇപ്പോൾ വിളിച്ചോ? 2 ദിവസം അമ്മായി വന്ന് നിന്നോളാന്ന്. മോളെങ്കിലൊരു കാര്യം ചെയ്യ്, മോള് ഹരിയുടെ ഒപ്പം പൊയ്ക്കോളൂ, സീത പറഞ്ഞു. അതൊന്നും വേണ്ട, ഞാൻ നിന്നോളാം. വെറുതെ എന്തിനാ അവരെയൊക്കെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത്? ഗൗരി അമ്മയുടെ അടുത്തേക്ക് വന്നിരുന്നു. എൻ്റെ കുട്ടി പൊയ്ക്കോളൂ, എത്ര ദിവസമായി നീ വന്നിട്ട്? ആകെ കോലം കെട്ടും. മോനെ ഹരി, 4 മണിയാകുമ്പോൾ എൻ്റെ നാത്തൂൻ വരും. അവൾ നിന്നോളും 2 ദിവസം, പിന്നെ വീട്ടിലേക്ക് പോകാമല്ലോ. മോൻ ഓഫീസിൽ നിന്ന് ഇതുവഴി വരാമോ? ഗൗരിമോളെ മോൻ്റെ ഒപ്പം വീട്ടിലേക്ക് കൊണ്ടുപോകാം. ഞാൻ വരാമേ. ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഞാൻ ഗൗരിയെ വിളിക്കാം. അപ്പോൾ താൻ റെഡിയായി നിന്നാൽ മതി, ഹരി പറഞ്ഞു. എന്നാൽ ശരിയമ്മേ, ഞാൻ ഇറങ്ങുക. ഗൗരി, ഞാൻ വിളിക്കുമ്പോൾ താൻ റെഡിയായാൽ മതി. അവരോട് യാത്ര പറഞ്ഞിട്ട് ഹരി ഓഫീസിലേക്ക് പോയി. തുടരും.